ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ആരുടെയും സഹായമൊന്നും ഇല്ലാതെ നല്ല ഷേപ്പിൽ എങ്ങനെ സാരി ഉടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഉടുക്കുന്ന സെറ്റ് സാരി. അപ്പോൾ ഈ ഒരു സാരി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സാരിയുടെ ഈ ഒരു അറ്റം എടുത്തിട്ട് ജസ്റ്റ് സ്കേർട്ടിൽ ഇൻസേർട്ട് ചെയ്യണം, കണ്ടോ. എന്നിട്ട് അതിങ്ങനെ ചുറ്റിയെടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഞാൻ പണ്ടും ഇതുപോലെ സാരി ഉടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ടിലിടുന്ന നമ്മുടെ ആ ഒരു പ്ലീറ്റ്സ് ഉള്ള സൈഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ നേരത്തെ തന്നെ മടക്കി പിൻ ചെയ്തിട്ട് തേച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ ചുറ്റിയിട്ട് തോളത്തേക്ക് എടുത്തിട്ട് അവിടെ പിൻ ചെയ്ത് ഫിക്സ് ആക്കി വെക്കുക അതിനെ. അപ്പോൾ ഇതിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ മുട്ടിന് താഴെ നിൽക്കണം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള സാരിയുടെ ഈ ഒരു പോർഷൻ ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഇടുപ്പ് വരുന്ന പോർഷൻ കണ്ടോ, അത് നന്നായിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ച് താഴേക്ക് വലിച്ച് അവിടെ ഈ കാണുന്ന പോലെ പിൻ ചെയ്ത് വയ്ക്കുക. നമ്മുടെ സ്കേർട്ടിനോട് കൂടെ ചേർത്തിട്ട് വലിച്ച് പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ നല്ല ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്ലീറ്റ്സ് ഫ്രണ്ടിലിടാനുള്ള ഒരു പ്ലീറ്റ്സ് റെഡിയാക്കുക. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കുക. അപ്പോൾ ഇതൊരു കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ നേരത്തെ തേച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഓൾറെഡി പ്രാക്ടീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളിപ്പം ആദ്യമായിട്ടൊക്കെ സാരി ഉടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടുത്ത് ആ പ്ലീറ്റ്സ് വരുന്നത് എവിടെയാണെന്നൊക്കെ നോക്കി പ്ലീറ്റ്സ് എടുത്ത് അങ്ങനെ വേണമെങ്കിൽ തേച്ച് നിങ്ങൾക്ക് വയ്ക്കാം. പിന്നൊക്കെ കുത്തിയിട്ട് അങ്ങനെ വെച്ചിട്ട് ഉടുക്കുന്ന സമയത്തെടുത്ത് അത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. അതല്ല, ആ സമയത്താണ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കുന്നതെങ്കിൽ ആദ്യം പ്ലീറ്റ്സ് എടുത്തിട്ട് ഏറ്റവും മേല് ഒരു പിൻ വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്ത് വെക്കുക. എന്നിട്ട് താഴേക്ക്, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ആ പ്ലീറ്റ്സ് താഴേക്ക് നമുക്ക് പിടിക്കാൻ പറ്റുമല്ലോ, അത് പിടിച്ച് ആ സാരിയുടെ അറ്റം വരെ, അതായത് താഴ്ഭാഗം വരെ ഇതുപോലെ ലെവലാക്കി കൊടുക്കുക. ഇതിങ്ങനെ പൊക്കി പൊക്കി പിടിച്ചിട്ട് പ്ലീറ്റ്സ് ഇങ്ങനെ ലെവലാക്കി കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഇപ്പം നമുക്ക് വേറെ ആരെയും ഹെൽപ്പിന് അവിടെ ആവശ്യമില്ല. നമുക്കിതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. അതല്ല തേച്ച് വയ്ക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഈ ഭാഗം തേച്ച് വയ്ക്കുകയാണെങ്കിൽ അവിടെ കുറേ അങ്ങ് ഒട്ടി കിടക്കും. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ ഉടുക്കുന്ന സമയത്താണ് ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കാറുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഏറ്റവും അറ്റത്ത് വരെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നമുക്ക് സ്കേർട്ടിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് ഒതുക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടോ, നമ്മൾ കൈ ജസ്റ്റ് അങ്ങോട്ടേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ എക്സ്ട്രാ ഉള്ള കുറച്ച് അതിൻ്റെ സാരിയുടെ ആ ഒരു കുറച്ച് പോർഷൻ നമുക്ക് കിട്ടും. അതൊക്കെ നന്നായിട്ട് വലിച്ച് അങ്ങോട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. പാവാടയിലേക്ക്, അതായത് ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കുത്തി വയ്ക്കുക. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിയും താണൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എക്സ്ട്രാ ഉള്ള പോർഷൻ, അതായത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോർഷനൊക്കെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പിൻ ചെയ്ത് വയ്ക്കുക. കാരണം ബാക്കിലേക്ക് ഇങ്ങനെ മറ്റേ സാരിയുടെ ആ ഒരു പോർഷൻ കിടക്കുന്നതുകൊണ്ട് അതൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ബാക്കിലേക്ക് കൊണ്ടുവച്ചിട്ട് പിൻ ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആരുടെയും സഹായമില്ല, നല്ല ഷേപ്പിൽ ഇതുപോലെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ സാരി ഉടുക്കാനായിട്ട് പറ്റും. വേറെ ആരെയും ഹെൽപ്പ് വിളിക്കേണ്ട ആവശ്യമില്ല. നല്ല ഒതുക്കി നമുക്ക് ഉടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടത് സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും ഇപ്പം കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ആർക്കെങ്കിലും ഉടുക്കാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. പിന്നെ ഞാൻ പണ്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു, അതിന് നല്ല സപ്പോർട്ടായിരുന്നു. അതൊക്കെ ഇതുപോലത്തുള്ള സിറ്റുവേഷൻ, ഇപ്പോൾ ഓണം വിഷു ഒക്കെ വരുമ്പോഴത്തേക്ക് സാരി ഉടുക്കുന്ന സിറ്റുവേഷനിലൊക്കെ ആ വീഡിയോ ഇപ്പോഴും കാണുന്ന ആൾക്കാരുണ്ട്. എനിക്ക് കമൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നല്ല സപ്പോർട്ട്, നല്ല എന്താ പറയുക, സപ്പോർട്ട് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ബ്ലൗസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സാരി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നല്ല സാരിയാണ്. ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.